1947 അങ്ങാടിക്കടവ് പ്രദേശത്തേക്ക് കുടിയേറ്റ ജനത കുടിയേറിപ്പിറക്കാൻ തുടങ്ങിയതോടുകൂടി പിന്നീട് ഇങ്ങോട്ട് കുടിയേറ്റക്കാരുടെ ബാഹുല്യമേറിയതോടുകൂടി ഇടവകയിലെ കുടുംബാംഗങ്ങളുടെ എണ്ണം 900-ലധികം വർദ്ധിച്ചതിൻ്റെ ഫലമായി ആനപ്പന്തി പ്രദേശത്ത് ഈ ഇടവകയുടെ ഭാഗമായി തന്നെ ഒരു കുരിശുപള്ളി പണിയണമെന്നുള്ള ആഗ്രഹം ആ പ്രദേശത്തുകാർക്ക് ഉണ്ടാവുകയും ബഹുമാനപ്പെട്ട കവളക്കാട്ടച്ചൻ്റെ നേതൃത്വത്തിൽ കുരിശുപള്ളിക്ക് വേണ്ട പ്രാഥമിക കാര്യങ്ങൾ ചെയ്യുകയും ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ വടക്കനച്ചൻ്റെ കാലത്ത് ഒരു കുരിശുപള്ളി അവിടെ ആരംഭിക്കുകയും ചെയ്തു. ഇന്ന് വളരെ നല്ല രീതിയിൽ ഒരു ഇടവക എന്ന രീതിയിൽ തന്നെ മുൻപോട്ട് പോകുന്ന ഒരു കുരിശുപള്ളിയായി ആനപ്പന്തി വളർന്നു കഴിഞ്ഞു. 185 പരം കുടുംബാംഗങ്ങൾ ഈ കുരിശുപള്ളിയിലുണ്ട്. ഒരു പുതിയ ഇടവകയാകുന്നത് കാത്ത് ഈ പ്രദേശത്തുകാർ കഴിയുകയാണ്. തലശ്ശേരി അതിരൂപതാധ്യക്ഷൻ ഈ ഇടവകയെ ഒരു സ്വതന്ത്ര ഇടവകയാക്കുമെന്നുള്ള പ്രതീക്ഷ ഈ നാട്ടുകാർക്കുണ്ട്. ആനപ്പന്തി കുരിശുപള്ളി സ്ഥാപിതമായിരിക്കുന്നത് കരുണാമയനായ ഈശോയുടെ നാമത്തിലാണ്. എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം 3:30 ദിവ്യകാരുണ്യ ആരാധനയോടുകൂടി ആത്മീയ ശുശ്രൂഷകൾ ആരംഭിക്കുന്നു. അതേ തുടർന്ന് കരുണാമയനായ ഈശോയോടുള്ള നോവേനയും തുടർന്ന് ദിവ്യബലിയും അർപ്പണം നടക്കുന്നു. എല്ലാ വർഷവും ദുഃഖ ശനിയാഴ്ച ആരംഭിച്ച് തുടർന്നുള്ള ദിവസങ്ങളിൽ കരുണാമയനായ ഈശോയുടെ നോവേന 9 ദിവസത്തെ നോവേന ഈ ഇടവകയിൽ നടത്തിവരുന്നു. ഞായറാഴ്ചകളിൽ ദിവ്യബലിയോട് ചേർന്ന് 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളിൽ ഇവിടെ വിശ്വാസ പരിശീലനം നടത്തിവരുന്നു. ഈ ഇടവകയോട് ചേർന്ന് ആരാധനാ സഭയുടെ 2 കോൺവെൻറ്റുകൾ പ്രവർത്തിക്കുകയും ബഹുമാനപ്പെട്ട ആരാധനാ സന്യാസിനി സമൂഹത്തിലെ സിസ്റ്റേഴ്സ് ഇവിടെ സേവനം ചെയ്യുകയും ചെയ്യുന്നു. ഇടവകക്കാരുടെ നിർലോഭമായ സ്നേഹവും സഹായവും ഞങ്ങൾക്ക് വളരെ ശക്തിയായിരുന്നു. അന്ന് ഇവിടുത്തെ കുട്ടികളായിരുന്നവർ വളരെ നല്ല കുഞ്ഞുങ്ങളായിരുന്നു. അവരെ നമുക്ക് പരിശീലിപ്പിക്കുന്നതിന് യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വളർത്താനും നല്ല നന്മകൾ അവർക്ക് പറഞ്ഞു കൊടുത്ത് വളർത്താനും ഞങ്ങൾക്ക് സാധിച്ചു. അത് കാരണം ഈ ഇടവകയിൽ ധാരാളം ദൈവവിളികൾ ഉണ്ടായിട്ടുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സേവനം ചെയ്യുന്ന ധാരാളം സിസ്റ്റേഴ്സും അച്ഛന്മാരും ഈ ഇടവകയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്ക് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ വളരെയധികം ഉണ്ടായിരുന്നെങ്കിലും ഇടവകക്കാരുടെ നിർലോഭമായ സഹായം കൊണ്ടും അവരെ ഞങ്ങളെ സ്വന്തം മക്കളെ പോലെ സ്നേഹിക്കുകയും വീട്ടിലുണ്ടായിരിക്കുന്ന ഓരോ സാധനങ്ങൾ ഞങ്ങൾക്ക് ഓരോ വീതം ഇവിടെ കൊണ്ട് തരികയും ഞങ്ങളെ അത്ര സ്നേഹിക്കുകയും ചെയ്തിരുന്നു. 1960-ലാണ് ഞാൻ പാലായിലുള്ള കാർമേറ്റ് കോൺവെൻറ്റിൽ അംഗമായി ചേരുന്നത്. അവിടെ നോവിഷ്യേറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തയ്യൽ പാസ്സായിട്ടാണ് കോൺവെൻറ്റിൽ വന്നത്. അപ്പോൾ മലബാറിലെ സ്ഥിതി വളരെ ദയനീയമായിരുന്നു. 3-4 മഠങ്ങൾ മാത്രമേ തലശ്ശേരി പ്രൊവിൻസിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ വള്ളപ്പള്ളി പിതാവ് പാലായിൽ കൂടെയൊക്കെ വരികയും ഓരോ സിസ്റ്റേഴ്സിനെ ആവശ്യപ്പെടുകയും ചെയ്തു. ഞാൻ തയ്യൽ പാസ്സായതുകൊണ്ട് നടവേലിൽ ഒരു തയ്യൽ പോസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ നടവേലിന് വരികയായിരുന്നു. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഞാൻ നടവയലിൽ സെൻറ്റ് തോമസ് ഹൈസ്കൂളിൽ 6 മാസം തയ്യൽ പഠിപ്പിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് TTCക്ക് അപേക്ഷ കിട്ടി. ഞാൻ 2 കൊല്ലം TTC പഠിച്ചിട്ട് 5 വർഷം കൂടി ഞാൻ നടവേലിൽ ജോലി നോക്കി. മലബാറിലേക്ക് പോരുന്ന കാര്യം കേൾക്കുമ്പോൾ തന്നെ എനിക്ക് വലിയ ഭയമായിരുന്നു. എങ്കിലും തോമാസ് ലിഹായുടെ ഒരു വാക്കെന്നെ വളരെ ശക്തിപ്പെടുത്തി അവനോടുകൂടി നമുക്കും പോയി മരിക്കാം. ഞാൻ ഒത്തിരി കരഞ്ഞുവെങ്കിലും ഞാൻ മലബാറിന് പോരുകയാണ് ചെയ്തത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഓരോ ഇടവകയിലും സിസ്റ്റേഴ്സിൻ്റെ ആവശ്യം എത്രയോ വലുതാണെന്ന് കണ്ടു. കുട്ടികളെല്ലാം നമ്മെ സ്വന്തം അമ്മയെപ്പോലെ സ്നേഹിക്കുകയും നമ്മുടെ ഉപദേശങ്ങളും നമ്മുടെ പറയുന്ന കാര്യങ്ങളെല്ലാം അവർ വളരെയധികം അനുസരിക്കുന്നതും നമ്മെ സ്നേഹിക്കുന്നതും കണ്ടപ്പോൾ പിന്നെ എനിക്ക് നാട്ടിലോട്ട് പോകണമെന്നേ തോന്നിയില്ല. ഇവിടെ നിന്ന് ഇപ്പോൾ 5 ഇടവക പിരിഞ്ഞു പോയിട്ടുണ്ട്. ഈ 5 ഇടവകയിലെ കുട്ടികൾ ഇവിടെ തന്നെയാണ് പഠിച്ചിരുന്നത്. അതുപോലെ തന്നെ 2-ാം കടവിലും ഉരുപ്പൻകുറ്റിയിലും ഒക്കെ പോയി നമുക്ക് വേദപാഠം പഠിപ്പിക്കാനും കുട്ടികൾക്ക് വേണ്ട കുർബാനയ്ക്കുള്ള പാഠം ഒരുക്കാനൊക്കെ നമുക്ക് അവസരം ഉണ്ടായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം താണ്ഡവമാടിയ കൊടിയ ദാരിദ്ര്യവും കന്നിമണ്ണിനോടുള്ള അടങ്ങാത്ത അഭിനിവേശവും
അധ്വാനശീലരും സാഹസികരുമായ കൃഷിക്കാരെ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി തിരുവിതാംകൂറിൽ നിന്നും വിദൂരസ്ഥമായ മലബാറിൽ കുടിയേറുന്നതിന് പ്രേരിപ്പിച്ചു. അങ്ങനെ ആ കുടിയേറ്റം അങ്ങാടിക്കടവിലുമെത്തി. വന്യമൃഗങ്ങളോടും പകർച്ചവ്യാധികളോടും മല്ലടിച്ച് അവർ ഒരു പുതിയ ജീവിതം ആരംഭിച്ചു. ആകാശപ്പറവകളെ, കർത്താവിനരുമകളെ, ഒരുന്നോ പൊൻകതിർ കൊയ്യാൻ പാടത്ത് പാട്ടായേ, ചേരുന്നോ ചേലാണെ കാണാൻ പാടത്ത് കൊയ്ത്തായേ. ആകാശപ്പറവകളെ, കർത്താവിനരുമകളെ, ഒരുന്നോ പൊൻകതിർ കൊയ്യാൻ പാടത്ത് പാട്ടായേ, ചേരുന്നോ ചേലാണെ കാണാൻ പാടത്ത് കൊയ്ത്തായേ. അന്നമൊരുക്കണതാരാണ്, അന്തിയുറങ്ങണതെങ്ങാണ്? അന്നമൊരുക്കണതാരാണ്, അന്തിയുറങ്ങണതെങ്ങാണ്? വിതയ്ക്കുന്നില്ല, കൊയ്യുന്നുമില്ല, എങ്കിലും നിങ്ങളെ പോറ്റുന്നു തമ്പുരാനല്ലലില്ലാതെ എന്നും. ആകാശപ്പറവകളെ, കർത്താവിനരുമകളെ, ഒരുന്നോ പൊൻകതിർ കൊയ്യാൻ പാടത്ത് പാട്ടായേ, ചേരുന്നോ ചേലാണെ കാണാൻ പാടത്ത് കൊയ്ത്തായേ. നാളെ വാടും നിശ്ചയം നീയും, തീയിലായാൽ ചാരമേ നീയും. പൂവേ വയൽ പൂവേ, വെയിൽ കായും മോഹനപ്പൂവേ, നാളെ വാടും നിശ്ചയം നീയും, തീയിലായാൽ ചാരമേ നീയും. സോളമനെക്കാളേറെ ശോഭിതമാണെന്നാലും എല്ലാം വീഴും താനേ മായും, ദൈവം താൻ വാഴും. സോളമനെക്കാളേറെ ശോഭിതമാണെന്നാലും എല്ലാം വീഴും താനേ മായും, ദൈവം താൻ വാഴും. ആകാശപ്പറവകളെ, കർത്താവിനരുമകളെ, ഒരുന്നോ പൊൻകതിർ കൊയ്യാൻ പാടത്ത് പാട്ടായേ, ചേരുന്നോ ചേലാണെ കാണാൻ പാടത്ത് കൊയ്ത്തായേ. വരുമോരോ നാളുകൾ താനേ, തരുമെല്ലാം തമ്പുരാൻ താനേ, ആദി കൂടാതിങ്ങനെ വാഴാം, ദൈവമല്ലോ ആശ്രയം ഭൂവിൽ. വരുമോരോ നാളുകൾ താനേ, തരുമെല്ലാം തമ്പുരാൻ താനേ, ആദി കൂടാതിങ്ങനെ വാഴാം, ദൈവമല്ലോ ആശ്രയം ഭൂവിൽ. നാളുകളെ ഓർത്താരും ആകുലരായി തീരല്ലേ,
അന്വേഷിക്കൂ ആദ്യം നിങ്ങൾ ദൈവത്തിൻ രാജ്യം. നാളുകളെ ഓർത്താരും ആകുലരായി തീരല്ലേ, അന്വേഷിക്കൂ ആദ്യം നിങ്ങൾ ദൈവത്തിൻ രാജ്യം. ആകാശപ്പറവകളെ കർത്താവിൻ അരുമകളെ, ഒരുന്നോ പൊൻകതിർ കൊയ്യാൻ പാടത്ത് പാട്ടായേ, ചേരുന്നോ ചേലാണെ കാണാൻ പാടത്ത് കൊയ്ത്തായേ. അന്നമൊരുക്കണതാരാണ്, അന്തിയുറങ്ങണതെങ്ങാണ്, അന്നമൊരുക്കണതാരാണ്, അന്തിയുറങ്ങണതെങ്ങാണ്. വിതയ്ക്കുന്നില്ല കൊയ്യുന്നുമില്ല, എങ്കിലും നിങ്ങളെ പോറ്റുന്നു തമ്പുരാനല്ലലില്ലാതെ എന്നും. ആകാശപ്പറവകളെ കർത്താവിൻ അരുമകളെ, ഒരുന്നോ പൊൻകതിർ കൊയ്യാൻ പാടത്ത് പാട്ടായേ, ചേരുന്നോ ചേലാണെ കാണാൻ പാടത്ത് കൊയ്ത്തായേ. OM തോമസ് സാർ കുടിയേറ്റ ജനതയ്ക്ക് മറക്കാൻ പറ്റാത്ത ജനകീയ നേതാവാണ്. ആറളം പഞ്ചായത്ത് പ്രസിഡന്റായി നീണ്ട വർഷക്കാലം സേവനം ചെയ്ത OM തോമസ് സാർ കുടിയേറ്റ ജനതയുടെ ആവശ്യങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരമായിരുന്നു. സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ ഇന്ത്യയിൽ 5 വൻകിട കൃഷി ഫാമുകൾ അനുവദിച്ചപ്പോൾ അതിലൊന്ന് കേരളത്തിലാണെന്നറിഞ്ഞ് തോമസ് സാർ നടത്തിയ കഠിനാധ്വാനമാണ് നാം ഇന്ന് കാണുന്ന ആറളം ഫാം. SB കോളേജിൽ നിന്നും BA ഇക്കണോമിക്സിൽ ബിരുദധാരിയായ തോമസ് സാറിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനം കുടിയേറ്റ നാടിന്റെ സാമൂഹിക സാംസ്കാരിക വികസനത്തിന് വഴിതെളിച്ചു. അന്ന് ഞങ്ങൾക്ക് പള്ളി എടൂരാണ്. പള്ളി പോകണമെന്ന് ഒരിക്കലും ഇവിടുന്ന് 2-3 പടകൾ കിടന്നെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഞാൻ അന്ന് ഈ കാട്ടിൽ ആന പണിയെടുക്കുന്നുണ്ട്, മുതലാളിക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്നുണ്ട്, ജന്മിക്ക് വേണ്ടി. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു എനിക്ക് 2-3 പാലത്തടി ഉണ്ടാവണമെന്ന്. പാലത്തടി വെട്ടി തടി വലിപ്പിച്ച് ആനയോട് വലിപ്പിച്ച് കൊണ്ടുപോയി പുഴയ്ക്ക് ഇട്ടു. അങ്ങനെ ഇട്ട് പാലം കടന്ന് 2-3 പുഴയുണ്ട്, വെമ്പുഴ, ഇടയ്ക്കത്തിൽ പുഴ, അതിനിടയ്ക്കൽ പുഴ, അങ്ങാടിക്കട തോട്. അങ്ങനെ ഇട്ട് 3 തോടിനും പാലം തീർത്തിട്ട് കൈവരിയും കിട്ടിയതിന് ശേഷമാണ് എടൂർ പള്ളിയിൽ പോകാൻ പറ്റിയത്. ഇന്ത്യയിലേക്ക് 5 ഫാം അനുവദിച്ചിട്ടുണ്ടെന്നൊരു പത്രവാർത്ത കണ്ടു. അപ്പോൾ ഞാൻ കണ്ണൂർ പോയി അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ അപ്പോൾ കേരളത്തിൽ ഒന്നുണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിവിടെ കിട്ടണമെന്ന് വിചാരിച്ച് ഞാൻ എന്ത് ചെയ്തു, ഞാൻ അവിടെ തന്നെ അന്ന് തുടങ്ങി പണിയെടുത്തു. അപ്പോൾ അന്ന് അതിൻ്റെ സ്പെഷ്യൽ ഓഫീസറായിട്ടൊരു രാമൻകുട്ടിയുണ്ട്, IAS-കാരൻ. അയാൾ കണ്ണൂരുണ്ട്. അന്ന് ഒന്നും കേട്ടോണ്ട് ഞാൻ അടുത്ത് ചെന്നു. രാമൻകുട്ടിയെ കണ്ടപ്പോൾ പറഞ്ഞ് ഞാൻ വരാം, സന്ദർശിക്കാം എന്ന് പറഞ്ഞതനുസരിച്ച് കോളിക്കടവ് വണ്ടി കിടക്കുമെന്ന് ചോദിച്ചു. വണ്ടി കിടക്കിയാൽ പാലം കിടക്കാനുള്ള സൗകര്യം ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ കോളിക്കടവ് പാലം ഇല്ല, അവിടെ തെങ്ങടം ഉണ്ടാക്കി 3 ജീപ്പ് ഇപ്പറെ കടത്തി. അങ്ങനെ 3 ജീപ്പ് കടത്തിയിട്ട് റോഡ് അന്ന് എടൂർ പള്ളി പണിതുകൊണ്ടിരിക്കുക. അപ്പോൾ റോഡ് അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛൻ ധാരാളം പണിക്കാറുണ്ട്, ഇങ്ങനെയൊരു ആവശ്യമാണ്. അച്ഛൻ പറഞ്ഞു, ഓ വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ, എന്നാൽ പിന്നെ കാര്യം ചെയ്യാം, ഈ പണിക്കാരെയൊക്കെ അങ്ങ് കൂട്ടിക്കൂ, ഭക്ഷണവും അങ്ങ് എടുത്തോളാൻ പറഞ്ഞു. അച്ഛൻ വലിയ ഉപകാരം അയച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് ആ പണിക്കാരെയും കൂട്ടി ഞാൻ റോഡ് വെട്ടി കീപ്പള്ളി ഈ സ്ഥലം വരെ, സൈറ്റ് വരെ, ഫാമിൻ്റെ സൈറ്റ് വരെ ഞാൻ ഉദ്ദേശിച്ച സ്ഥലമാണ്. കുഞ്ഞാലിക്കുട്ടിയുടെ സ്ഥലമാണ്, കുഞ്ഞമ്മാനാജിയുടെ. അവിടെ ചെന്ന് ഈ സ്ഥലം കാണിച്ചു കൊടുത്തപ്പോൾ അവിടെ അവരുടെ ആനയുണ്ട്. അപ്പോൾ ആരോ കേട്ടറിഞ്ഞ് ഇന്ന പോലെ ഫാമിന് വേണ്ടി എടുക്കാൻ പോവുകയാണ്. അയാൾ സമ്മതിക്കുകയില്ല, ആനയെ അഴിച്ചു വിടുമെന്ന് പറഞ്ഞു. അയാൾ ഭീഷണിപ്പെടുത്തി. ഞാൻ പറഞ്ഞു ആനയെ അഴിച്ചു വിട്ടാൽ ഞങ്ങളിതിന് ബാക്കി നോക്കുമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഞാൻ പഞ്ചായത്ത് പ്രശ്നം നല്ലതായിരിക്കുക, നല്ല ആദ്യം ഇത് തൻ്റെ ഇടം ഉണ്ടായിരുന്നു. അവിടുന്ന് കുഞ്ഞാവൻ അവിടുത്തെ നമ്മുടെ ആൾക്കാരൊക്കെ സ്നേഹമുള്ള ആൾക്കാരും ഉണ്ട്. അവരോട് കൂടി പറഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് രാമൻകുട്ടിയെ ചെങ്ങാടം കിടത്തി, അപ്പുറം കിടത്തി, സൈറ്റ് കൊണ്ട് കാണിച്ചു കഴിഞ്ഞപ്പോൾ അയാൾക്ക് ഇഷ്ടപ്പെട്ടു. വാട്ടർ സൂട്ടബിൾ പ്ലേസ് ആണെന്ന് അയാൾ തന്നെ സമ്മതിച്ചു. അങ്ങനെ ഞാൻ വന്നു. അവിടുന്ന് തന്നെ ഒരു മീറ്റിങ്ങിൽ
ആൾക്കാരോട് കൂടിയ സ്ഥലത്തോട് അയാൾ പ്രസംഗിച്ചു. എനിക്ക് കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു, കേരളത്തിലൊരു ഫാം വരുന്നുണ്ടെങ്കിൽ അതിവിടെ ആയിരിക്കുന്നു. രോഗങ്ങളൊക്കെ അന്നൊക്കെ പനിയൊക്കെ ഉണ്ട്. മലമ്പനിയെന്ന് പറയും, പനി ഒക്കെ. അതൊക്കെ മരുന്ന് മേടിച്ച് കുടിച്ചാൽ മതി. ആശുപത്രിയിൽ പോകണമെങ്കിൽ ഇവിടേക്ക് വന്ന ആശുപത്രി ഇല്ല, വീട്ടിലേക്ക് പോകണം. അങ്ങനെയൊക്കെ കൃഷി കപ്പ ഇടുമ്പോൾ വിതയ്ക്കും, അങ്ങനെയൊക്കെ കഴിയും. അന്നൊക്കെ കാളവണ്ടിയേ ഉള്ളൂ, അല്ലാതെ ഈ വിസമൊന്നും ഇല്ലല്ലോ. അന്ന് ഇവിടെ വന്ന് വരാവുന്ന കപ്പയൊക്കെ ഇട്ട് വള്ളിക്ക് ഇട്ടൊക്കെ കൊണ്ടുപോകണം, കാളവണ്ടിക്കാണ് കൊണ്ടുപോകണം. അന്ന് കാളവണ്ടിയേ ഉള്ളൂ. സൺഡേ സ്കൂളിൽ അധ്യാപകനായി തുടങ്ങിയ ആ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ വിഷമതകളും ബുദ്ധിമുട്ടുകളും സഹിച്ചാണ് ഈ പ്രദേശത്ത് കുട്ടികളും മതാധ്യാപകരും എത്തിച്ചേർന്നത്. അന്ന് ഈ കാണുന്ന സംവിധാനങ്ങളൊന്നും ഇല്ല. പുഴകളും അതുപോലെ തന്നെ ഇടവഴികളും നടന്നാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അന്ന് ഇത് വനനിബിഡമായിരുന്ന പ്രദേശമായിരുന്നു. അപ്പോൾ ഇവിടുന്ന് തടി ഇറക്കിക്കൊണ്ടുപോകുന്ന ആനച്ചാൽ എന്ന് പറയുന്ന വഴിയൊക്കെ ഉണ്ടായിരുന്നു. ആ വഴികളിലൂടെയാണ് ആൾക്കാർ ആദ്യം സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. ഒത്തിരിയേറെ ത്യാഗവും ബുദ്ധിമുട്ടും സഹിച്ച് തങ്ങളുടെ വിശ്വാസം സംരക്ഷിച്ചു പോരുന്ന ആ കുട്ടികൾ ബുദ്ധിമുട്ട് സഹിച്ച് ഇവിടെ വരികയും ക്ലാസ്സിൽ പഠിക്കുകയും ചെയ്ത നിരവധി കുട്ടികൾ ആ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. വിശ്വാസം എന്നത് അടിയുറച്ച് അവർ അതിനേത് ത്യാഗങ്ങളും സഹിക്കുവാൻ സന്നദ്ധരായിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അതുപോലെ ആ കാലഘട്ടങ്ങളിൽ ഇവിടെ വികാരിമാർ, അച്ഛന്മാർ ഒത്തിരി ദൂര സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് ബലിയർപ്പിക്കുകയും സൺഡേ സ്കൂളിൻ്റെ കാര്യക്ഷമമായ പ്രവർത്തനത്തെപ്പറ്റി പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തുകയും ബോധവാന്മാരാക്കുകയും ചെയ്യുന്ന കാലഘട്ടങ്ങളുണ്ട്. തുടർന്നുള്ള ഇങ്ങോട്ട് കാലഘട്ടങ്ങളിൽ സൗകര്യങ്ങൾ വർദ്ധിച്ചതോടുകൂടിയാണ് ഇവിടെ വന്ന് എത്തിച്ചേരുവാനും സൺഡേ സ്കൂളിലെ പഠനങ്ങളെ പൂർത്തീകരിക്കുവാനും കുട്ടികൾക്ക് സഹായമായത്. ഒരിക്കൽ യേശുനാഥൻ ഗലീലി കടൽത്തിരയിൽ തോണിയേറി വല വീശി പോണോരെ കണ്ട് അവരോടന്നു ചൊല്ലി സ്നേഹമോടെ ദൈവദൂതുകൾ. ഒരിക്കൽ യേശുനാഥൻ ഗലീലി കടൽത്തിരയിൽ തോണിയേറി വല വീശി പോണോരെ കണ്ട് അവരോടന്നു ചൊല്ലി സ്നേഹമോടെ ദൈവദൂതുകൾ. അലകടലിൽ അലയും മുക്കുവരെ ഒരുമയോടെ വരുവിൻ കരകയറാം. അലകടലിൽ അലയും മുക്കുവരെ ഒരുമയോടെ വരുവിൻ കരകയറാം. വലകൾ മാറി മാറി അലകടലിൽ വീശി നോക്കി വെറുതെ തോണിയുമായി അവരുഴറുമ്പോൾ ചെറുമീൻ പോലുമില്ലാതവരലയുമ്പോൾ. വലകൾ മാറി മാറി അലകടലിൽ വീശി നോക്കി വെറുതെ തോണിയുമായി അവരുഴറുമ്പോൾ ചെറുമീൻ പോലുമില്ലാതവരലയുമ്പോൾ. വരുവിൻ വലയറിയിൻ നിറയും വലവലിക്കിൻ മനസ്സിന്റെ അമരത്ത് ഗുരുവരുളുന്നു. മാനവരെ നേടുന്നോരായിരിക്കുക ഇവിടെ മാനവർക്ക് മോക്ഷദീപമാവുക നിങ്ങൾ. അലകടലിൽ അലയും മുക്കുവരെ ഒരുമയോടെ വരുവിൻ കരകയറാം. അലകടലിൽ അലയും മുക്കുവരെ ഒരുമയോടെ വരുവിൻ കരകയറാം. അലകൾ ചീറി വരും ആ കടലിൽ ശിഷ്യഗണം ഉലയും തോണി തുഴഞ്ഞിടറി നീങ്ങുമ്പോൾ തിരയിൽ തോണിയുലഞ്ഞവരലയുമ്പോൾ. അലകൾ ചീറി വരും ആ കടലിൽ ശിഷ്യഗണം ഉലയും തോണി തുഴഞ്ഞിടറി നീങ്ങുമ്പോൾ തിരയിൽ തോണിയുലഞ്ഞവരലയുമ്പോൾ. അരുതേ ഭയമരുതേ ഇരുളിൽ ഗുരുവരുളി ജലരാശി ഗുരുവിൻ്റെ നടവഴിയായി.
വിശ്വാസം ഉടയാത്തോരായിരിക്കുക. ഇനിയും പത്രോസേ ദൈവവാക്യമോർക്കുക എന്നും. അലകടലിൽ അലയും മുക്കുവരെ ഒരുമയോടെ വരുവിൻ കരകയറാം. അലകടലിൽ അലയും മുക്കുവരെ ഒരുമയോടെ വരുവിൻ കരകയറാം. ഒരിക്കൽ യേശുനാഥൻ ഗലീലി കടൽ തിരയിൽ തോണിയേറി വല വീശി പോണോരെ കണ്ടേ. അവരോടന്നു ചൊല്ലി സ്നേഹമോടെ ദൈവദൂതുകൾ. അങ്ങാടിക്കടവ് ഇടവകയിൽ 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിൽ ഓരോ ക്ലാസ്സുകളിലെ 2 ഡിവിഷനുകളിലായി 600ഓളം കുട്ടികൾ വിശ്വാസ പരിശീലനം നേടുന്നു. വിശ്വാസ പരിശീലനം എന്നത് കേവലം പാഠപുസ്തകങ്ങളുടെ പഠനം മാത്രമല്ല, പ്രത്യുത ഇടവകയിലെ വികാരി അച്ഛനോടും കൂടി ചേർന്നുകൊണ്ട് ആത്മീയമായിട്ടുള്ള ഒരു ഒരുക്കമാണ് എന്നുള്ള ഉത്തമ ബോധ്യം ഈ ഇടവക ജനത്തിനും മതാധ്യാപകർക്കുമുണ്ട്. അതനുസരിച്ച് വിദ്യാർത്ഥികൾ കുർബാന സമയത്ത് കാഴ്ചവെപ്പുകൾ നടത്തുകയും അതിൽ നിന്ന് കിട്ടുന്ന പണം നമ്മുടെ ചുറ്റുവട്ടത്തുള്ള സ്നേഹഭവൻ, വൃത്തഭവനങ്ങൾ ഇവ സന്ദർശിക്കുകയും അവിടെയുള്ള ആളുകൾക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി വരികയും ചെയ്യുന്നുണ്ട്. ഇതുവഴി ഈ സമൂഹത്തിൽ ഇങ്ങനെയും കുറേ ജനങ്ങളുണ്ട് എന്ന് ഒരു ബോധ്യം കുട്ടികൾക്ക് ജനിക്കുകയും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും മറ്റ് ആത്മീയ കാര്യങ്ങൾക്കും വേണ്ടി കുട്ടികൾക്ക് മാറുവാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് വിശ്വാസ പരിശീലനം നടത്തുവാനായിട്ട് ആൽഫ സ്മാർട്ട് ക്ലാസ് റൂം എന്ന പേരിൽ നമ്മുടെ ഇടവകയ്ക്ക് ഒരു ഡിജിറ്റൽ ക്ലാസ് റൂം തന്നെയുണ്ട്. ഇങ്ങനെ മതബോധനത്തിന് ഒത്തിരി പ്രാധാന്യം നമ്മുടെ ഇടവകം ചെയ്തു വരുന്നുണ്ട്. അങ്ങാടിക്കടവ് ഇടവകയിൽ 1978 മാതൃസംഘം ആരംഭിച്ചു. 45 അംഗങ്ങളോട് കൂടിയാണ് മാതൃസംഘം ആരംഭിച്ചത്. അന്ന് മാതൃസംഘം എന്നായിരുന്നു ഈ സംഘടന അറിയപ്പെടുന്നത്. ഇപ്പോൾ മാതൃവേദിയാണ്. 1985 മുതൽ ഞാൻ ഈ സംഘടനയിലെ അംഗമാണ്. ഇപ്പോൾ 50 പേരാണ് സംഘടനയിൽ പ്രവർത്തിക്കുന്നത്. അങ്ങാടിക്കടവ് ഇടവകയിൽ വിൻസെൻ്റ് ഇപ്പോൾ സ്ഥാപിതമായത് 1977 അഗ്രിഗേഷൻ കിട്ടിയത് 1980 7 പേരോടുകൂടിയുള്ള പ്രവർത്തനം ഇപ്പോൾ 20 പേരോളം പ്രവർത്തിക്കുന്നുണ്ട്. ഒരുപാട് നന്മ പ്രവർത്തിക്കുവാൻ ഈ ഇടവകയിലെ വിൻസെൻ്റ് ഇപ്പോളിന് സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സാധുക്കൾക്ക് വേണ്ടിയിട്ട് ഒത്തിരി സ്നേഹഭവനിലൂടെ ഒത്തിരി നന്മകൾ ചെയ്യുവാനും വിറകുകളായിട്ടും ഭക്ഷണ സാധനങ്ങളുമായിട്ടും മറ്റൊത്തിരി നന്മകൾ ചെയ്യുവാനായിട്ട് ഈ ഇടവകയിലെ നല്ലവരായ ഒരുപാട് നാട്ടുകാരും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇവിടെ ഓരോരുത്തരും മാറി മാറി വരുന്ന ബഹുമാനപ്പെട്ട വികാരിയച്ഛന്മാരും കൊച്ചച്ഛന്മാരും അതിന് നേതൃത്വം നൽകുന്നു. തലശ്ശേരി അതിരൂപതയിലെ ബെസ്റ്റ് കോൺഫറൻസായിട്ട് ഈ വർഷം അങ്ങാടിക്കടവ് ഇടവകയെ ഉയർത്തിയിട്ടുണ്ട്. ട്രോഫി കിട്ടുകയും അതെല്ലാം നല്ലവരായ ജനങ്ങളിൽ നിന്നുള്ള സഹകരണമാണ്. ഈ ഇടവകയ്ക്ക് മാത്രമല്ല, തലശ്ശേരി അതിരൂപതയിൽ പ്രത്യേകിച്ച് വിൻസെൻ്റ് പോളിൻ്റെ കെയർഓഫിൽ കേരളത്തിൽ പോലും ഇങ്ങനൊരു സംവിധാനമില്ല. ഒത്തിരിയേറെ പാവങ്ങളെ സഹായിക്കുവാൻ ആംബുലൻസിലൂടെ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. കാരണം സാധുക്കളായ രോഗികളെ നിർലോഭമായിട്ട് അവരെ സഹായിക്കുവാനും ഒത്തിരിയേറെ ദൈവാനുഗ്രഹത്തോടെ അവരെ ഒത്തിരിയേറെ നന്മകൾ ചെയ്യാനും സാധിക്കുന്നു. 1981 അങ്ങാടിക്കടവ് പ്രാർത്ഥനാ ഗ്രൂപ്പ് തുടങ്ങി ഇടവകയുടെ ആത്മീയമായ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് അതാത് കാലഘട്ടങ്ങളിലുള്ള വികാരിച്ചിനോട് ചേർന്ന്, സഭയോട് ചേർന്ന്, KSTയോട് ചേർന്ന് അവരുടെ നിർദ്ദേശങ്ങളിൽ ചേർന്ന് പോകുന്നു. മിനിസ്ട്രി ഇപ്പം കൂടുതലായിട്ട് ചെയ്യുന്നത് ഇരിട്ടി ഗവൺമെൻറ് ആശുപത്രിയിലെ നിർത്തരായ രോഗികളുടെ കൂടെ നിൽക്കുന്ന വ്യക്തികൾക്ക് ദിവസവും ഉച്ചഭക്ഷണം നൽകിക്കൊണ്ട് ദിവസം 35-നും 50-നും ഇടയ്ക്ക് വ്യക്തികൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം വർഷത്തിലെ ക്രിസ്മസിനും ഈസ്റ്ററിനും സോണലിൻ്റെ നേതൃത്വത്തിൽ 4000-ഓളം വരുന്ന നിർത്തരായ വ്യക്തികൾക്ക് ഭക്ഷണ ശുശ്രൂഷ സോണൽ നേതൃത്വം നടത്തുന്നു. ഇടവകയുടെ പുളിമാവ് ഉപ്പുമായിട്ട് ഞങ്ങൾ പ്രവർത്തിക്കുന്നു. 2005 മെയ് മാസം 24-ാം തീയതി ആഡോൾഫ് കണ്ണാടിപ്പാറ അച്ഛൻ അങ്ങാടിക്കടവ് ഇടവകയിൽ വരികയും ഇവിടെ ഫ്രാൻസിസ്കൻ അൽമായ സഭ സ്ഥാപിക്കുകയും ചെയ്തു. അന്നത്തെ വികാരിയായിരുന്ന മാത്യു പോത്തനാമലച്ചൻ്റെ നേതൃത്വത്തിൽ ഈ യൂണിറ്റിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു.
1989 ക്രെഡിറ്റ് യൂണിയൻ അങ്ങാടിക്കട ഇടവകയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇപ്പോൾ ഈ സംഘടനയിൽ 310 മെമ്പർമാരോളം ഉണ്ട്. ഏകദേശം 6 ലക്ഷത്തോളം ഓഹരി നിക്ഷേപം ഈ സംഘടനയ്ക്ക് ഇപ്പോൾ ഉണ്ട്. 3000 രൂപ ഷെയറുള്ള 110 മെമ്പർമാർ ഇപ്പോൾ നിലവിലുണ്ട്. ആഴ്ച തോറും കുറഞ്ഞത് 25 രൂപ വീതം 200 പേരോളം എല്ലാ ആഴ്ചയിലും കൃത്യമായി നിക്ഷേപിക്കുന്നുണ്ട്. ഇങ്ങനെ നിക്ഷേപിക്കുന്ന തുകയിൽ നിന്നും 25 ലക്ഷത്തോളം രൂപ ചെറിയ ഇൻട്രസ്റ്റിന്മേൽ പാവങ്ങൾക്ക് ലോണായി നൽകിയിട്ടുണ്ട്. ഈ പ്രസ്ഥാനങ്ങളുടെയെല്ലാം വിജയത്തിനായി ഞങ്ങളോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട വികാരി അച്ഛനും കൊച്ചച്ഛനും കമ്മിറ്റി അംഗങ്ങളായ 13 പേരുടെയും നിർലോഭമായ സഹകരണം കൊണ്ടാണ് ഈ പ്രസ്ഥാനം ഇത്രയും വിജയകരമായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. KCVM സംഘടന അങ്ങാടിക്കടവിൽ ഔദ്യോഗികമായിട്ട് സ്ഥാപിതമായത് 1992 ഏപ്രിൽ മാസമാണെങ്കിലും അതിനു മുമ്പ് 1972 ബഹുമാനപ്പെട്ട ജോസഫ് മണിമലത്തറപ്പേൽ അച്ഛൻ്റെ കാലത്ത് സൈമ എന്ന പേരിൽ ഒരു യുവജന സംഘടന അങ്ങാടിക്കടവിൽ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. കാത്തലിക് യൂത്ത് മൂവ്മെൻറ്റ് അങ്ങാടിക്കടവ് എന്നായിരുന്നു സൈമ എന്ന വാക്കിൻ്റെ ഫുൾ ഫോം. എന്നാൽ പിന്നീട് അത് കാലക്രമേണ നിന്നു പോവുകയും പിന്നീട് KCVM സംഘടന തലശ്ശേരി അതിരൂപതയിൽ ഔദ്യോഗികമായിട്ട് ആരംഭിച്ച 1992 അങ്ങാടിക്കടവിലും പ്രവർത്തനം ആരംഭിക്കുകയായിരുന്നു. ബഹുമാനപ്പെട്ട മാത്യു വില്ലന്താനം അച്ഛനായിരുന്നു അന്നത്തെ രക്ഷാധികാരി. ഇടവകയുടെ ആത്മീയവും ഭൗതികവുമായ കാര്യങ്ങളിൽ KCVM സംഘടന സജീവമായി ഇടപെടുന്നുണ്ട്. ക്രൈസ്തവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി യുവജനങ്ങളുടെയും അതുവഴി സമൂഹത്തിൻ്റെയും സമഗ്ര പുരോഗതിയാണ് KCVM സംഘടന ലക്ഷ്യമാക്കുന്നത്. ഈ ലക്ഷ്യത്തിനു വേണ്ടി അങ്ങാടിക്കട യൂണിറ്റ് എന്നും കാര്യക്ഷമമായി പ്രവർത്തിച്ചു വരുന്നു. KCVM സംഘടനയുടെ തുടക്കകാലത്ത് 65 അംഗങ്ങളായിരുന്നു യൂണിറ്റിലുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഏകദേശം 327 അംഗങ്ങളുമായി KCVM സംഘടന മുന്നോട്ട് പോകുന്നു. 1945 രണ്ടാം ലോകമായത് ഉണ്ടായപ്പോൾ ലോകത്താകമാനം ദാരിദ്ര്യം പടർന്നു പിടിച്ചു. ആ സമയത്ത് സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി മലബാറിൻ്റെ മലയോരങ്ങളിലേക്ക് ജനങ്ങൾ കുടിയേറി. അങ്ങനെ അയ്യങ്കുന്ന് പഞ്ചായത്തിൻ്റെ ഹൃദയഭാഗമായ അങ്ങാടിക്കടവിലും ജനങ്ങളെത്തി. ഇവിടെ എത്തിയപ്പോൾ ഘോരവനങ്ങളും ഘോരമൃഗങ്ങളും അല്ലാതെ മറ്റൊന്നും ഇവിടെ ഇല്ലായിരുന്നു. പക്ഷേ ജനങ്ങളുടെ കഠിനമായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും ഉണ്ടാക്കാൻ കഴിഞ്ഞു. 1957 ഇവിടെ ഒരു LP സ്കൂൾ സ്ഥാപിതമാകുകയും പിന്നീട് UP സ്കൂളായി ഉയരുകയും ചെയ്തു. തുടർ വിദ്യാഭ്യാസത്തിന് വേണ്ടി അകലെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വന്നു. പിന്നീട് ജനങ്ങളുടെ പരിശ്രമത്തിൻ്റെ ഫലമായി 1979 ഒരു ഹൈസ്കൂൾ സ്ഥാപിതമാകുകയും വിദ്യാഭ്യാസം കുട്ടികൾക്ക് പൂർണ്ണമായി ലഭിക്കാനുള്ള സൗകര്യം ഉണ്ടാകുകയും ചെയ്തു. 3 വർഷങ്ങൾക്കപ്പുറം ഇവിടെ ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥാപിതമാകുകയും അവിടെ നിന്ന് ധാരാളം കുട്ടികൾ പഠിച്ച് ഉന്നത വിജയം നേടുകയും ചെയ്തു. അപ്പോൾ ഈ നാടിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ സാംസ്കാരിക തലത്തിൽ ഉയരുവാൻ വേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നല്ല പങ്ക് ഉണ്ട് എന്ന് പറയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. 1947-48 കാലഘട്ടങ്ങളിൽ തിരുവിതാംകൂറിൽ നിന്നും കുടിയേറിപ്പാർത്ത നമ്മളുടെ കാരണവന്മാർ കൂട്ടായുള്ള പ്രവർത്തനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും കഠിനമായ പ്രയത്നത്തിൻ്റെയും ഫലമായി അങ്ങാടിക്കട ഇടവകയ്ക്ക് ഇന്ന് വന്നിരിക്കുന്ന ഈ പുരോഗതി നമ്മളെല്ലാവരും കൂടി അനുഭവിക്കുകയാണ്. ഈ അവസരത്തിൽ അവരുടെ പ്രവർത്തനത്തിന് ഉള്ള ഇടവക സമൂഹത്തിൻ്റെ നന്ദിയും കടപ്പാടുകളും അറിയിക്കുന്നു. ആ കാലഘട്ടത്തിൽ ഇടവകയുടെ ആത്മീയ കാര്യങ്ങൾ നടത്തിക്കുന്നതിന് ആവശ്യമായ വൈദികരോ പള്ളികളോ ഈ പ്രദേശത്തില്ലായിരുന്നു. 1954 തലശ്ശേരി രൂപത നിലവിൽ വന്നതോടുകൂടി തലശ്ശേരിയിൽ നിന്നും ബഹുമാനപ്പെട്ട വൈദികന്മാർ ഇവിടെ വന്ന് ആധ്യാത്മിക ആവശ്യങ്ങൾ നിറവേറ്റി തന്നുകൊണ്ടിരുന്നു. 1960 കാലഘട്ടങ്ങളിൽ ഇവിടെ വികാരിയായി വന്ന തോമസ് മൂലംകുന്നലച്ചനാണ് UP സ്കൂൾ കെട്ടിടം, പള്ളിമുറി, സെമിത്തേരി അങ്ങനെയുള്ള പ്രാഥമിക കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്തു. അതിന് പിന്നാലെ വന്ന വൈദികർ ഇടവക്കാരെ ഒന്നിച്ചു ചേർത്തുകൊണ്ട് നാടിൻ്റെ വികസനത്തിനു വേണ്ടിയും ആധ്യാത്മികമായ വികസനത്തിനു വേണ്ടിയും മുന്നോട്ടിറങ്ങി. 1970 തോമസ് ചീരാങ്കുഴി അച്ഛൻ്റെ കാലഘട്ടത്തിൽ ഈ പുതിയ ദേവാലയം പണിതീർത്ത് വെഞ്ചരിക്കുകയും ചെയ്തു. ആദിസ്വരൂപം തേജസ്വരൂപം ആദിയനാദി സ്വഭാവം മൃദുചലനം ജലചലനം മൃദുചലനം
ചലചലനം വചനം വിരിയുകയായി പ്രപഞ്ചമുണരുകയായി വചനം വിരിയുകയായി പ്രപഞ്ചമുണരുകയായി